നമസ്കാരം. ആദിയുടെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർക്ക് റീഡിംഗ് കാണാം, റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മുൻപോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. കണ്ണുകൾ ആദ്യം അടയ്ക്കുക, മനസ്സ് നന്നായിട്ടൊന്ന് ശാന്തമാക്കുക, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. Universe, please guide us. Universe, please guide us. Universe, please guide us. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഈ ഒരു സമയത്ത് എന്താണ്? അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ബോട്ടം ഓഫ് ദ ഡെക്കിൽ 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ആ സ്നേഹമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകണമെന്നുള്ളൊരു താല്പര്യം ഈ പേഴ്സണ് ഉണ്ട്. ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ്. നിങ്ങളെ ചതിക്കുവാനോ നിങ്ങളെ വഞ്ചിക്കുവാനോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഒരു ലെസ് കോണ്ടാക്റ്റിലും നോ കോണ്ടാക്റ്റിലും കൂടുതലായിട്ടും ഇത് റെസനേറ്റ് ആവുക നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ലെസ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ആയിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് ഓൾറെഡി നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആ ഒരു പേഴ്സണോട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നിങ്ങൾ വളരെയധികം സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ പറയണം എന്നുള്ളൊരു തോന്നലുകൾ വരുന്നില്ല, അവരെ ബോധിപ്പിക്കണം എന്നുള്ളൊരു തോന്നലുകൾ വരുന്നില്ല. അവരായിട്ട് മനസ്സിലാക്കി, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ വിഷമം അത് മനസ്സിലാക്കി അവർ തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു രീതിക്ക് നിങ്ങൾ ഇരിക്കുവാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പറഞ്ഞ് മടുത്തിട്ടുണ്ടാവാം. അപ്പം അത് തന്നെയാണ് ഒരു കാരണം. കാരണം എന്താ പറയുക, നമ്മൾ അവിടെ പറയുന്നതിനെക്കാട്ടിലുപരി നമ്മളുടെ മനസ്സൊന്ന് വിഷമിച്ചാലോ അല്ലെങ്കിൽ അത് തുറന്ന് കണ്ട് അത് മനസ്സിലാക്കി നമ്മളുടെ അടുത്ത് അതുപോലെ നിൽക്കുന്നവരെയാണ് നമുക്കൊരാഗ്രഹം. തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കണമെന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പോഴും ഭയങ്കര ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. മാനസിക പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര പൊട്ടുന്ന രീതിക്കാണ്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ മറ്റാരോടും പങ്കുവയ്ക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യങ്ങളാവാം. ചിലപ്പോൾ ഒരു ഹൈഡായിട്ട് വെച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആവാം, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ എന്താ പറയുക, എന്താണെന്ന് പറഞ്ഞാലും ചിലപ്പം കാസ്റ്റോ കൾച്ചറൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ സമ്മതിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഡിവോഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പം ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഒരു ഭാര്യയാവാം ഭർത്താവാം വിട്ടു പോയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു വ്യക്തിയോട് പറയാൻ സാധിക്കാത്ത വിധത്തിൽ നിങ്ങൾ ഹൈഡാക്കി വെച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ റീഡിങ് റെസനേറ്റ് ആവുക. തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സങ്കടങ്ങൾ, അവരിൽ നിന്ന് ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങളിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുവാണ്. നിങ്ങൾക്ക് മറ്റാരോടും പറയാനും പറ്റത്തില്ല. ഇവരിൽ നിന്ന് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ഷീണം കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വസ്ത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ
നിങ്ങളുടെ ആഹാരത്തിലാണെങ്കിൽ പലപ്പോഴും ആഹാരം കഴിക്കാൻ തോന്നില്ല, വസ്ത്രം നല്ലതായിട്ട് ധരിക്കാൻ തോന്നില്ല, സൗന്ദര്യമെന്ന് പറയുന്നത് പോലും നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഒരുപാട് നമ്മളെ ഒരു എന്താ പറയുക, പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രതയിൽ എത്തിച്ചു ഈ ഒരു പേഴ്സൺ. പക്ഷേ അതിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് നമ്മളെ റിലേഷൻഷിപ്പിൽ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ്റെ അകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആദ്യത്തെ സമയങ്ങളൊക്കെ ഭയങ്കര ഒരു സ്നേഹം, ഈ ഒരു പേഴ്സൺ നമ്മളില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥ, അങ്ങനൊരു രീതികളുമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു റിലേഷൻ്റെ അകത്ത് നിൽക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നു കാണത്തില്ല. നമുക്ക് ഈ റിലേഷൻ്റെ അകത്ത് നമ്മളത്ര വലിയ വാല്യുബിൾ ആയിട്ടൊന്നും അല്ലായിരുന്നു കണ്ടിരുന്നത്. നമുക്കത്ര മൂല്യമുള്ള ഒരു പേഴ്സണൊന്നും ആയിരുന്നില്ലായിരിക്കും. പക്ഷേ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു റിലേഷൻ മൂല്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സൺ നമ്മളത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് ജീവിതത്തിൽ ആരൊക്കെയോ അല്ലെങ്കിൽ എന്തോ ഈ ഒരു പേഴ്സൺ എങ്ങനെയൊക്കെയോ നമ്മളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങളായിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഭയങ്കര ഒരു വിഷമത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പേഴ്സൺ മാറിപ്പോയതുപോലെയാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഈ ഒരു സെലിബ്രേഷൻസ്, നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ ഒരു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഓൾറെഡി. അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇതുവരെയും ഉണ്ടായിരുന്ന പോലെ എനിക്കിനി വേണ്ട, ആ ഒരു പേഴ്സൺ തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലൈഫ് ആവണം എനിക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടേണ്ടെന്നൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ഡിവൈനിറ്റിയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം ദൈവഹിതമായിട്ട് അവിടെ എത്തിക്കുന്നു. ഈശ്വരൻ്റെ ആ ഒരു ചിന്തകളാണ് നമുക്ക് ആ ഒരു വ്യക്തിയിലും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് വായിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സമയത്ത് സ്നേഹമുള്ളത്. അല്ലെങ്കിൽ താൻ ചെയ്തു പോയതിൽ ഒരു കുറ്റബോധം ഇപ്പം ഈ ഒരു പേഴ്സൺ ഉണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോടൊരു പശ്ചാത്താപം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. താൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു എന്താ പറയുക മനോവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വളരെ ചെറിയൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.